ഇതൊരു കുഞ്ഞു അല്ലെങ്കിൽ ഒരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു 2 ഹവേഴ്സ് മോർണിംഗിൽ ഒരു 2 ഹവേഴ്സ് ഉള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണേ. അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതൊരു ഉപദേശം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ. അതായത് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എൻ്റെ 30സിലാണ്. എനിക്കിപ്പം 30+ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അതായത് ചെറുപ്പത്തിൽ നമ്മളൊരു പ്രായത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ടാവും അല്ലേ. ഒരു 25 അല്ലെങ്കിൽ ഒരു 20, 25 ആകുമ്പം ജീവിതം ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഒരു 30 ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ജീവിതം സെറ്റാവും, അതാണ് ഇതാണെന്നെല്ലാം വിചാരിക്കും. നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കിട്ടിയിട്ടുണ്ടാവും എന്നല്ലേ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതം അങ്ങനെയല്ല നമുക്ക് പിന്നീട് മനസ്സിലാവും അല്ലേ. 30 കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും അതായത് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ദിവസങ്ങളുണ്ടാവും അല്ലേ. ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അതുപോലെ തന്നെ ചില സ്വപ്നങ്ങളുണ്ടാവും അല്ലേ, ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ പൂർത്തിയാണ്ട് നിൽക്കുന്ന. അതൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പഠിച്ചൊരു കാര്യം പറയാം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് ജീവിച്ചാൽ നമ്മൾ അവസാനം എന്താ പറയുക, ക്ഷീണിച്ചു പോകും. അതാണ് അതിൻ്റെ സത്യം. മുമ്പ് ആരെങ്കിലും എന്നെല്ലാം കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ദിവസങ്ങളോളം അത് ആലോചിച്ചിരിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവരെന്താ അങ്ങനെ പറഞ്ഞത്, അവരെന്താ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മനസ്സിലായി, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ. അതുകൊണ്ട് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റൊരു കാര്യം കൂടി പറയാം. ആളുകൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി. ചിലപ്പം ചില ആൾക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മളോട് ചോദിക്കുക. ചിലപ്പം വെറുതെ ഒരു കൗതുകം കൊണ്ടും അങ്ങനെ അല്ലാണ്ട് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. ഇത് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയമെടുത്തു. അതാണ്. മുമ്പ് ഞാൻ ഒരുപാട് എന്താ പറയണ്ടേ, താരതമ്യം ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഒരാൾ യാത്ര പോകുന്നത്, മറ്റൊരാൾ വീട് വെക്കുന്നത്, മറ്റൊരാൾ എന്താ പറയണ്ടേ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അതെല്ലാം കാണുമ്പോൾ എൻ്റെ ജീവിതം എവിടെയും എത്തിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് ചില സമയത്തെല്ലാം. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി, എന്തേ സോഷ്യൽ മീഡിയയിലോ മറ്റേ നമ്മളെ ഇപ്പോൾ കാണുന്ന റീൽസോ കാര്യങ്ങളോ ഒന്നുമല്ല. അതെല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം മാത്രമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അവർ എന്ത് ചെയ്യുന്നില്ല, ക്യാമറയിൽ കാണിക്കാറില്ല. പിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയത്തിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഉടനെ ഒന്നും നടക്കില്ല. അതായത് പെട്ടെന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് വിഷമിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സമയം വേഗം പോകുമോ? അതും പോകില്ല. ചില കാര്യങ്ങൾ നമുക്ക് വൈകിട്ടേ കിട്ടും. ചിലത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുകയും ചെയ്യും. ചിലത് ഒരിക്കലും കിട്ടില്ല അല്ലേ. പക്ഷെ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്. ചെറുപ്പത്തിലൊരു രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അടുത്തൊരു ദിവസം വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ, നമ്മൾ കൂളായിട്ട് ഇങ്ങനെ എണീക്കും. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല. ശരീരം പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മളത് കേൾക്കേണ്ടിയും വരും. അതിൽ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, കുറച്ച് നടക്കൽ, വ്യായാമം, മനസ്സിന് നല്ല സമാധാനം, അങ്ങനെ പല കാര്യങ്ങളും. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കിപ്പം കുറച്ച് കാലമായിട്ട് മനസ്സിലായി. പിന്നെ വലിയൊരു പാഠം പഠിച്ചതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ദയ കാണിക്കണം എന്നതാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് കാണിക്കുന്ന ക്ഷമ പോലും നമ്മൾ നമ്മളോട് കാണിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഇല്ല, നമ്മൾ കാണിക്കാറില്ല. അതിലിപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും അല്ലേ, വേണ്ടിയിട്ടും വേണ്ടാണ്ടും എല്ലാമായിട്ട്. പക്ഷെ ഒരു കാര്യം നടക്കാതിരുന്നാൽ അതിനും നമ്മൾ നമ്മളെ തന്നെ കുറ്റക്കാരാക്കും. പക്ഷെ എന്താണ്, നമ്മൾ മനുഷ്യരാണ്, തെറ്റ് പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തെറ്റുകളെല്ലാം സംഭവിക്കും. എല്ലായ്പ്പോഴും എല്ലാം ശരിയായി ചെയ്യാൻ കഴിയില്ലല്ലോ. ഇല്ല. ഇപ്പം ഞാൻ ചെറിയ സന്തോഷങ്ങളെ കൂടുതൽ എന്താ പറയണ്ടേ വില മതിക്കാൻ പഠിച്ചിട്ടുണ്ട്. മുമ്പ് വലിയ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താണ്, ഒരു മഴ പെയ്താലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ കുറച്ച് സമയം ഫാമിലീൻ്റെ ഒപ്പം നമ്മൾ എന്താ പറയുക കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയെല്ലാം കുറച്ച് സമയം ഇരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ മോൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നത്, അതെല്ലാം വലിയ സന്തോഷമാണ്. എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുക ഇടുങ്ങിയ നമ്മുടെ ലൈഫിൽ അതെല്ലാം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പാർട്ടാണ്. അതുമാത്രമല്ല, ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യം. എത്ര ആളങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. വലിയ സന്തോഷങ്ങൾ ജീവിതത്തിലെല്ലാം നമുക്ക് എന്താ പറയണ്ടേ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന സത്യം നമ്മൾ ശരിക്കും അംഗീകരിക്കണം. അത് ഞാൻ പഠിച്ചു. ചിലപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുമോ, എന്നിട്ടും എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹത്തിന് നടക്കുമോ? ഇല്ല. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ശ്രമിക്കുക. ബാക്കിയൊക്കെ എന്താണ്, ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും കൂടി നമ്മൾ പഠിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാം. അതായത് മുമ്പെല്ലാം നമ്മളെ ചുറ്റിലും കുറേ ആൾക്കാരുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ. അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്തോ വലിയ സംഭവമായിരുന്നു അല്ലേ നമുക്ക്. പക്ഷേ എന്താണ്, ഒരുപാട് ആൾക്കാരൊന്നും ചുറ്റിൽ വേണമെന്നൊന്നും ഇല്ല. അതിപ്പോൾ മനസ്സിലായി. നമ്മളെ സന്തോഷത്തിലും വിഷമത്തിലും കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം അല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ജീവിതം ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ, നല്ല വേഗത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ എന്താ പറയുക കുട്ടിയായിരുന്ന അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ ഇന്നിപ്പോൾ ഭയങ്കര ഉത്തരവാദിത്തങ്ങളും പല ചുമതലകളും നിറഞ്ഞ് എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും കഴിയുന്നത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതം എന്ന് പറയുന്നത് റേസൊന്നും അല്ല അല്ലേ. മറ്റൊരാളെ കാണാൻ നമ്മൾ മുന്നിലെത്തേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മളെ വഴിയിലോട്ട് മുന്നോട്ട് പോകുക. ഓരോരുത്തർക്കും അവരവരുടേതായ സമയമുണ്ട്, അവരവരുടേതായ കഥയുണ്ട്, അവരവരുടേതായ യാത്രയുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചിട്ട്
പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ല സമാധാനം കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ നമുക്ക് നേരെ വരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക. വേറെ അല്ലാണ്ട് അത് നിയന്ത്രിക്കാനോ ആക്കാനോ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും വന്നതുപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരു 30 കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലെങ്കിൽ 30 ആ പ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഞാനൊരു കാര്യം മാത്രം പറയാം. നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല അല്ലേ? അതിൽ തെറ്റുമില്ല. ജീവിതം എപ്പോഴും നമ്മളെ എന്ത് ചെയ്യുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് ആ ജീവിതത്തിൻ്റെ സൗന്ദര്യവും. അത് മാത്രം മനസ്സിലാക്കുക. ആ സൗന്ദര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക.